ക്ലാസിക് കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC കഴിഞ്ഞ ദിവസം ചോദിച്ച ഡിഗ്രി പ്രിലിംസ് ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 20 ചോദ്യങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദ വേർഡ് ക്വിക്ക്ലി? ഒരു വാക്കിനോടൊപ്പം ly ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആഡ്വർബ് എന്നാണ് പറയുന്നത്. ഉദാഹരണം, ക്വിക്കിനോടൊപ്പം ly ചേർത്ത് ക്വിക്ക്ലി, അതേപോലെ ബ്യൂട്ടിഫുള്ളി, പിന്നെ ഫാസ്റ്റ്ലി, ഇതൊക്കെ എന്താണ്? ആഡ്വർബിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ആഡ്വർബ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് കിടക്കുന്നത് നെസസറി. നെസസറിയുടെ സ്പെല്ലിംഗ് എന്താണ്? NECESSARY, അതാണ് ശരിയായിട്ടുള്ള നെസസറിയുടെ സ്പെല്ലിംഗ്. ഒന്നാമത് കിടക്കുന്നത് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. രണ്ടാമതും മൂന്നാമതും തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. ചോദ്യത്തിൽ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നോക്കൂ, ഹി ഈസ് അലർജിക് ടു ക്യാറ്റ്സ്. അലർജിക് ടു എന്നത് ശരിയായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ഫോണ്ട് ഓഫ് എന്നാണ് വരേണ്ടത്, അതും ശരിയാണ്. ഓപ്ഷൻ സി നോക്കൂ, ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ. ഇൻസിസ്റ്റഡ് ഇൻ എന്നല്ല വരേണ്ടത്, ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരേണ്ടത്. ചോദ്യത്തിൽ ഇൻകറക്റ്റ് പ്രിപ്പോസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഇവിടെ ഗ്രാമാറ്റിക്കലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. അവൾ കഴിഞ്ഞ ദിവസം സ്റ്റോറിൽ പോയി. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെല്ലാ ഗ്രാമർ പാർട്ടും ശരിയാണ്. അടുത്തത്, ഹീ വാക്ക് 2 miles ദിസ് മോർണിംഗ്. അവൻ രാവിലെ 2 മൈൽ നടന്നു എന്നാണ് പറയുന്നത്. അവൻ നടന്നത് ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അപ്പോൾ വാക്ക്ഡ് ആണ് വരേണ്ടത്. ഹീ വാക്ക്ഡ് 2 miles ദിസ് മോർണിംഗ് എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. ഈറ്റിൻ്റെ വെർബ് ഫോംസ് എന്തൊക്കെയാണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. എന്തൊക്കെയാണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ലഞ്ച് ഓൾറെഡി അവർ കഴിച്ചു, അപ്പം പാസ്റ്റ് നടന്ന കാര്യമാണ്. ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? ദേ ഹാവ് ഈറ്റൻ ലഞ്ച് ഓൾറെഡി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. അടുത്തത്, വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. ഗോയിങ് എന്താണ്? ING ഫോമാണ് വെർബിൻ്റെ. ING ഫോമിന് മുമ്പ് നമ്മൾ എന്ത് ചേർക്കണം? ഈസ്, ആർ, ആം ആണ് ചേർക്കേണ്ടത്. ഇവിടെ വി എന്താണ്? പ്ലൂറലാണ്. അപ്പം നമ്മൾ VR എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടിയിരുന്നത്? വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമാറോ എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. ബാക്കി സെക്കൻഡും തേർഡും ഫോർത്തും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഇത് കോൺകേർഡിലെ ഒരു ചോദ്യമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈച്ച് ഓഫ്, നെയ്തർ ഓഫ്, എയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. എങ്ങനെയാണ്? ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിംഗുലർ വെർബ് ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ് ആണ് നമ്മുടെ സിംഗുലർ വെർബ്. എപ്പോഴും വെർബിനോടൊപ്പം എസ് വരുന്നതാണ് സിംഗുലർ. അപ്പോൾ ഹാസ് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? ഓപ്ഷൻസ് ബിയും ഡിയും ഉണ്ട്. പ്ലൂറൽ വെർബാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു. സ്റ്റുഡൻ്റ് ആണോ പ്ലൂറൽ? സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് ആണ് പ്ലൂറൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. അതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിൽ ഓപ്ഷനുകൾ 4 എണ്ണവും തെറ്റാണ്. ചിലപ്പോൾ ഫൈനൽ കീ വരുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഐ ആം ഗോയിങ് ടു ദ മാൾ ആണ് ചോദ്യം. എപ്പോഴും ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഐ എന്തായിരിക്കണം, ആ തുടങ്ങുന്ന വാക്ക് എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ. ഇവിടെ ഐ ക്യാപിറ്റലായിട്ടുള്ള എത്ര ഓപ്ഷനുകളുണ്ട്? ഓപ്ഷൻ ബിയും സിയും. ഓപ്ഷൻ സിയിൽ ഐ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആമിൻ്റെ എയും അവർ ക്യാപിറ്റലാണ് കൊടുത്തിരുന്നത്. അങ്ങനെ എഴുതാറില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഐ ആം ഗോയിങ് ടു ദ മോൾ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. കംഫർട്ടബിളിൻ്റെ ആൻറ്റോണിം നമ്മൾ പെട്ടെന്ന് ചിലപ്പം അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞ് എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചോദ്യം വൃത്തിയായി വായിക്കണം. ഫോംഡ് വിത്ത് ദ സഫിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സഫിക്സും പ്രിഫിക്സും? ഇവർ ആൻറ്റോണിമിനോടൊപ്പം പ്രിഫിക്സും സഫിക്സും എന്ന ടോപ്പിക്കും കൂടെ ചേർത്താണ് ചോദ്യം ഇട്ടേക്കുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പ്രീ, ഒരു വാക്കിൻ്റെ ആദ്യം ചേർക്കുന്നതാണ് പ്രിഫിക്സ്. ഉദാഹരണം, കംഫർട്ട് എന്ന വാക്കിൻ്റെ മുൻപേ അൺ എന്ന പ്രിഫിക്സ് ചേർത്ത് അൺകംഫർട്ടബിൾ, ഡിസ് എന്ന ഒരു പ്രിഫിക്സ് ചേർത്ത് ഡിസ്കംഫർട്ട് എന്നൊക്കെ എഴുതുന്നതിനാണ് പ്രിഫിക്സ് ചേർത്ത് എഴുതുന്നു എന്ന് പറയുന്നത്. അതുപോലെ സഫിക്സ് എന്താണ്? ഒരു വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന വാക്കിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, കംഫർട്ട് എന്ന വാക്കിൻ്റെ അവസാനം നമ്മൾ ലെസ് ചേർക്കുന്നു. കംഫർട്ട് ലെസ് ചേർത്ത് എഴുതുന്ന സഫിക്സാണ് അത്. അതുപോലെ കെയർ എന്ന വാക്കിനോടൊപ്പം സഫിക്സായ ലെസ് ചേർത്ത എന്താകുന്നു? കെയർലെസ് ആകുന്നു. അപ്പോൾ കംഫർട്ട്ലെസ്, കെയർലെസ് അതൊക്കെ സഫിക്സ് ചേർത്ത് എഴുതുന്ന വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, കംഫർട്ട്ലെസ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് എ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവിൻ. ഗിവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴങ്ങുക എന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഇവിടെ ഇൻ ടു എന്ന് പറഞ്ഞാൽ ഇൻ ടു ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് അവരുടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കണം. അപ്പോൾ ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, അവൻ്റെ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റിന് വഴങ്ങി എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. എന്താണ് ജെറണ്ട്? വെർബിനോടൊപ്പം ING ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എൻജോയ് എന്ന് പറയുന്നത് ആദ്യത്തെ വെർബാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ വെർബിനോടൊപ്പമാണ് ജെറണ്ട് ചേർത്ത്, അതായത് ING ചേർത്ത് എഴുതുന്നത്. എൻജോയ് ആദ്യത്തെ വെർബാണ്, അതിനോടൊപ്പം ING ചേർക്കില്ല. രണ്ടാമത് കിടക്കുന്ന വെർബ് ഏതാണ്? സ്വിമ്മിനോടൊപ്പമാണ് ING ചേർത്ത് സ്വിമ്മിങ് എന്ന് എഴുതേണ്ടത്. ഇവിടെ സ്വിമ്മിങ് വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ടോ? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി, ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? അമിതമായിട്ട് വാക്കുകൾ ചേർത്ത് സംസാരിക്കുന്നതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വെർബോസിറ്റി ആണ് നമ്മുടെ ഉത്തരം. അമിതമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെ നമ്മൾ വെർബോസിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചുരുക്കി പറയുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് വളരെ ചുരുക്കി പറയുന്നതിനെയാണ് കൺസൈസ്നെസ് എന്ന് പറയുന്നത്. എലക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ചാതുര്യം, അല്ലെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലക്വൻസ് എന്ന് പറയുന്നത്. ലാക്കോണിസം എന്ന് പറഞ്ഞാൽ മിതഭാഷി, വളരെ കുറച്ച് സംസാരിക്കുന്ന, വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാക്കോണിസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. I won't be able to attend the meeting, she said. ഇവിടെ വോണ്ട് കണ്ടോ? നമ്മൾ വോണ്ടിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്റ്റിൽ ഫോമിൽ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. വോണ്ടിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വിൽ പ്ലസ് നോട്ട് എന്ന് വേണം എഴുതാൻ. അതൊരു പ്രസൻറ്റ് ഫോമാണല്ലേ. അതിനെ പാസ്റ്റിലോട്ടാക്കുമ്പോൾ, അതായത് വോണ്ടിനെ പാസ്റ്റിലോട്ടാക്കുമ്പോൾ വുഡിൻറ്റ് എന്നാണ് വരേണ്ടത്. ഇവിടെ വുഡിൻറ്റ് വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഷീ സെഡ് ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം,
ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മെസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഇവിടെ സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർത്ത് എഴുതിയിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന മൃഗങ്ങളുടെ സ്ത്രീലിംഗവും പുല്ലിംഗവും തിരിച്ചറിയണം. ടൈഗർ എന്താണ്? ടൈഗർ പുല്ലിംഗവും അതിൻ്റെ സ്ത്രീലിംഗം ടൈഗ്രസ്സുമാണ്. ഫോക്സ് പുല്ലിംഗവും അതിൻ്റെ സ്ത്രീലിംഗം വിക്സണുമാണ്. ഫോക്സ്, വിക്സൺ. സ്റ്റാലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരയാണ്. സ്റ്റാലിയൻ പുല്ലിംഗവും മെയർ സ്ത്രീലിംഗവുമാണ്. ലയൺ പുല്ലിംഗവും ലയണസ് സ്ത്രീലിംഗവുമാണ്. പുല്ലിംഗത്തോടൊപ്പം ഹിസ്സും സ്ത്രീലിംഗമാണെങ്കിൽ ഹെറാണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ടൈഗ്രസ് സ്ത്രീലിംഗമാണ്. ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹെറാണ് വരേണ്ടത്. ഇവിടെ ഹിസ് വന്നുകൊണ്ട് അത് തെറ്റാണ്. അടുത്തത് ദ വിക്സൺ ഇസ് നോൺ ഫോർ ഹിസ് അല്ല, വിക്സൺ സ്ത്രീലിംഗമാണ്, ഹെറാണ് വരേണ്ടത്, അതും തെറ്റാണ്. ദ സ്റ്റാലിയൻ പുല്ലിംഗമാണ്. ദ സ്റ്റാലിയൻ ഇസ് നോൺ ഫോർ ഹിസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹിസ് സ്ട്രെങ്ത്. അത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. നമുക്ക് ഡി കൂടി നോക്കാം. ദ ലയൺ എന്താണ്? പുല്ലിംഗമാണ്. പുല്ലിംഗത്തോടൊപ്പം ഹിസ്സാണ് വരേണ്ടത്, ഇവിടെ ഹെറാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഇവിടെ നൈറ്റ് എന്ന് പറയുന്നത് യോദ്ധാവാണ്. ആ യോദ്ധാവിൻ്റെ നൈറ്റിൻ്റെ സ്പെല്ലിംഗ് KNIGHT ആണ്. അപ്പോൾ KNIGHT വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ എയും സിയും. ഇവിടെ യോദ്ധാവ് അതിൻ്റെ കുതിരപ്പുറത്തിരുന്ന് കുതിരയെ ഓടിച്ചുകൊണ്ട് പോയെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിലെ റോഡ് വഴിയാണ്, അപ്പോൾ അതെന്തായാലും അല്ല. ഓപ്ഷൻ സിയിലെ റോഡ് നോക്കൂ, അത് ഓടിച്ചു കൊണ്ടുപോയി, ആ റൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്, അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി. ഇവിടെ ഫാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാക്ക്. ഫാസ്റ്റ് പോസിറ്റീവ് ഡിഗ്രി, ഫാസ്റ്റർ കമ്പാരിറ്റീവ് ഡിഗ്രി, ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആണ്. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഫാസ്റ്റർ ആണ്. ആദ്യത്തെ ഓപ്ഷനിലെ ഫാസ്റ്ററിൻ്റെ കൂടെ മോറാണ് ചേർത്തിരിക്കുന്നത്. മോറല്ല, ഫാസ്റ്റർ ദാൻ എന്നാണ് വരേണ്ടത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ സി ആണ്. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? ടു സ്പിൽ ദ ബീൻസ്, ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യം പുറത്തു വരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ടു റിവീൽ എ സീക്രട്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് വെർബ്. വെർബ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഓപ്ഷനിൽ ദ ചൈൽഡ് ഫോളൻ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഇവിടെ ഫോളൻ എന്താണ്? V3 ആണ്. എപ്പോഴും ഹാസ് ഓർ ഹാവിനോടൊപ്പമാണ് V3 ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ V3 ഫോമായ ഫോളിൻ്റെ മുന്നിൽ ഹാസ് ഓർ ഹാവോ ഒന്നുമില്ല, അപ്പം ഇത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ, ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. അത് ശരിയായിട്ടുള്ളൊരു പ്രയോഗമാണ്. അടുത്ത ഓപ്ഷൻ കൂടി നോക്കാം. ദ ചൈൽഡ് ഫോളിങ് അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഫോളിങ് എന്താണ്? ING ഫോമാണ്. എപ്പോഴും ING ഫോമിന് മുമ്പ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ചേർക്കണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതും തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അടുത്തത് നോക്കൂ, ദ ചൈൽഡ് ഫോൾഡ് അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഫോൾഡ് ഉപയോഗിക്കില്ല. ഫോൾ, ഫെൽ, ഫോളൻ. എങ്ങനെയാണ്? V1 ഫോം ഫോൾ, പിന്നീട് ഫെൽ, പിന്നെ ഫോളൻ, അങ്ങനെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവിയാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ഇവിടെ സെൻറ്റൻസിൽ റെയർലി, ഹാർഡ്ലി, ബെയർലി ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ എന്താണ്? സെൻറ്റൻസ് നെഗറ്റീവാണ്. ഇവിടെ റെയർലി ഉള്ളത് കൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവ് ആയതിനാൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ പോസിറ്റീവ് ടാഗുള്ള ഏത് ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, ഡസ് ഷീ. ഈ ഡസ് എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഈറ്റ്സ് എന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഡസ് പ്ലസ് ഈറ്റാണ് ഈറ്റ്സ്. അങ്ങനെയാണ് നമുക്ക് ഡസ് വന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, ഡസ് ഷീ. അടുത്ത ചോദ്യം, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ റേസിയൽ
പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. ഇവിടെ എന്താണ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ, അതായത് നരഹത്യ അല്ലെങ്കിൽ മൊത്തത്തിൽ കൊല്ലുക, എക്സ്റ്റെർമിനേഷൻ നശിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വംശത്തെ നശിപ്പിക്കുന്നതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ജീനോസൈഡ് എന്നാണ്. അങ്ങനെ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ജീനോസൈഡ്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ സെനോഫോബിയ എന്താണ്? സെനോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫോറിനേഴ്സ് ആണ് സെനോഫോബിയ. മിസോഗൈനി, ഈ ഗൈനക്കോളജി എന്താണ്? സ്ത്രീയുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പം മിസോഗൈനി എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള. അടുത്ത ചോദ്യം, ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫോർ ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൺ. മെറ്റിക്കുലസ്. മെറ്റിക്കുലസിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, കെയർഫുൾ ആണ് നമ്മുടെ ഉത്തരം. താങ്ക്